അനുഗ്രഹത്തിൻ്റെ ഒരു വാതിലും പരിശുദ്ധ അമ്മ ജീവിതത്തിൻ്റെയോ നിങ്ങളുടെ കുടുംബത്തിൻ്റെ മുമ്പിൽ അടഞ്ഞു പോകാൻ സമ്മതിക്കില്ല കേട്ടോ, സമ്മതിക്കില്ല. നിങ്ങളും പ്രാർത്ഥിക്കുന്നവരല്ലേ, വചനം കേൾക്കുന്നവരല്ലേ. എത്രയോ വഴികൾ ലോകമടച്ചു, ശത്രുക്കൾ അടച്ചു, മന്ത്രവാദി അടച്ചു, കൂടോത്രക്കാരൻ അടച്ചു. പരിശുദ്ധ അമ്മയുടെ ചിറകിൻ കീഴിൽ നിൽക്കുന്ന പ്രിയ സുഹൃത്തേ, പ്രിയ കുഞ്ഞേ, പ്രിയ കുടുംബമേ, നിൻ്റെ കുടുംബത്തിൻ്റെ നിൻ്റെ സാധ്യതകളുടെ ഒരു വാതിലും അടഞ്ഞു പോകാൻ അമ്മ സമ്മതിക്കത്തില്ല. അത് എഴുതി വയ്ക്കണം ബുക്കിൽ, സമ്മതിക്കത്തില്ല. അതുകൊണ്ട് എഴുതിയിരിക്കുന്നത് സ്വർഗത്തിൻ്റെ വാതിലേ ദൈവം വഴി തുറക്കും. ഇനി എന്നെ കേൾക്ക്, ദൈവം വഴി തുറക്കുമോ? ദൈവം വഴി തുറക്കുമോ ഇല്ലയോ എന്ന് പറയാം. ഇസ്രായേൽക്കാർ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടതാവാം, എന്നാലും ഒരിക്കൽ കൂടി കേൾക്കുമ്പം ദോഷം വരില്ലത്, നന്മയുണ്ടാവും. ഇസ്രായേൽക്കാർ ചെങ്കടലിൻ്റെ സമീപത്ത് നിൽക്കുമ്പം അവരുടെ മുമ്പിൽ ഒരു വഴിയും ഇല്ലായിരുന്നു. അവർ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത, സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്തൊരു വഴിയാണ് കടലിൻ്റെ അടിയിൽ, ചെങ്കടലിൻ്റെ അടിയിൽ ദൈവം തുറന്നത്. അങ്ങനെ ഒരു വഴിയുണ്ടെന്ന് ഒരു ശാസ്ത്രത്തിന് പോലും അറിയില്ലായിരുന്നു. ഇങ്ങനെ ഒരു വഴിയുണ്ടെന്ന്, ഇതിലൊരു കടലിൽ വെള്ളത്തിൻ്റെ അടിയിലൂടെ ഇങ്ങനെ ഒരു റൂട്ടുണ്ടെന്ന് ആരെങ്കിലും വിചാരിച്ചതാണോ? അവർ വിചാരിച്ചത് ഇവിടം കൊണ്ട് തീർന്നു എന്നാണ്. ഈ സ്ത്രീയെപ്പോലെ ആകെ പ്രശ്നമായി, കുറച്ച് മാവും കുറച്ച് എണ്ണയേ ഉള്ളൂ, ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം, അവിടെ ഒരു വഴിയുമില്ല, ഞങ്ങൾ മരിക്കാനിരിക്കുകയാണ് പ്രവാചക എന്ന് പറയുമ്പം പ്രവാചകനിലൂടെ ദൈവം ആ കുടുംബത്തിൽ തുറന്നതൊരു പുതിയ വഴിയാണ്. ഇതുപോലെ ഇസ്രായേൽക്കാർ അവിടെ നിൽക്കുമ്പം ഒരു വഴിയില്ല, അപ്പോൾ ദൈവം ഒരു വഴി തുറന്നു. ആ വഴിയിലൂടെയാണ് അവർ കാനാൻ ദേശത്തെത്തിയത്. എത്രയോ പേര് ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ, നന്മയുടെ കാനാൻ ദേശത്തെത്തിയത് ദൈവം തുറന്ന വഴിയിലൂടെയല്ലേ? നിങ്ങൾക്കും ഉണ്ടാവില്ലേ അങ്ങനെ ഒരു സാക്ഷ്യം? ഒരു കുടുംബം എന്നോട് പറഞ്ഞു, ഞങ്ങൾ കന്നുകാലിക്കൂട് പോലുള്ളൊരു വീട്ടിലാണ് താമസിച്ചത്. നല്ലൊരു ഭക്ഷണമില്ലായിരുന്നു, നല്ലൊരു കസേരയില്ലായിരുന്നു, നല്ലൊരു കട്ടിലില്ലായിരുന്നു, എന്തിനു പറയണ ഒരു വീട് പോലുമില്ല, ഒരു നല്ല വാതിൽ പോലും ഞങ്ങളുടെ വീടിനില്ലായിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് നല്ലൊരു വീടുണ്ട്. അതെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ദൈവം ഞങ്ങൾക്കൊരു വഴി തുറന്നു, ഞങ്ങളുടെ മകൻ ഇന്ന രാജ്യത്ത് പോകാൻ ഇടവന്നു, ദൈവം തുറന്നതുകൊണ്ടാണ്. ഞങ്ങളുടെ മക്കളെക്കാൾ മിടുക്കരായ പലരും ഈ ഒരു ചുറ്റളവിൽ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മകൻ ആഗ്രഹിച്ച് അതിൻ്റെ പ്രോസസ്സ് നീങ്ങിയപ്പോൾ എല്ലാ കാര്യങ്ങളും ദൈവമായിട്ട് അത് തുറന്ന് പെട്ടെന്ന് ആ കാര്യങ്ങൾ സാധിച്ചു. ചെന്നപ്പോൾ അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവിടെ അനുഗ്രഹമുള്ള ഒരു നല്ലൊരു ജോലി ദൈവം ഒരുക്കി തന്നു. കുടുംബമായി അവർ അവിടെയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി ദൈവം ഇന്ന് അനുഗ്രഹത്തിൻ്റെ നിലയിലെത്തിച്ചത് ദൈവം തുറന്നൊരു വഴിയിലൂടെ പോയത് കൊണ്ടാണ്. ദൈവം തുറന്ന വഴിയിലൂടെ നിങ്ങളെ കൊണ്ടുപോകുന്നത് പരിശുദ്ധ അമ്മയാണ്. ദൈവം തുറന്ന വഴിയിലൂടെ നിങ്ങളെ ഒരു കേടുമില്ലാതെ, ഒരു കുഴപ്പവും വരാതെ, ഒരു പരിക്കും പറ്റാതെ അമ്മ നിങ്ങളെ കൊണ്ടുപോകും. ഈ വചനങ്ങളെല്ലാം ശ്രദ്ധിച്ച് ഒന്ന് പ്രാർത്ഥിക്കാനും ഒന്ന് ചിന്തിക്കാനും ഒരുങ്ങിക്കേ. ഇതാ ഒരു കുടുംബം, എല്ലാ വഴികളും സാധ്യതകളും അസ്തമിച്ചു പോയൊരു കുടുംബം, ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിച്ച് നടന്നിരുന്നൊരു കുടുംബത്തെ പ്രവാചകനെ അവിടെ കൊണ്ടുവന്നു. ഇതാണ് ദൈവത്തിൻ്റെ സമയം.